രാധേ, നീ എന്തെങ്കിലും കോമഡി പറ, ഞാൻ ചിരിക്കാം. നീനു വധക്കേസിലെ പ്രതി നഗരം വിട്ടു പോയിട്ടില്ലെന്ന് പോലീസ്. നിന്നോട് എന്തെങ്കിലും കോമഡി പറയാനല്ലേ രാധേ ഞാൻ പറഞ്ഞത്? എനിക്കെന്തോ പേടി തോന്നുന്നു. പേടി മാറാനേ വില്ലാളി വീരന്മാരുടെ നാമം ചൊല്ലിയാൽ മതി. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി. ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. ഇതിനകത്തെന്താ? ജിപ്സം പൗഡർ ഒന്നുമല്ല സർ. താൻ നോക്കടോ, ഇങ്ങോട്ട് താ. കുരുമുളകാണ് സാർ, വേറെ ഒന്നുമല്ല. ഫോൺ ചെക്ക് ചെയ്യ്. ഫോൺ എടു. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രാക്ക് ചെയ്യുന്നതല്ലേ, പിന്നെന്തിനാ? സാറ് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഹരി അന്വേഷിച്ച് എൻ്റെ പിറകെ വരണമെന്നുള്ളത്. അവൻ ഇത്ര ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എന്നെ വിളിക്കാൻ വഴിയില്ല. പറഞ്ഞു വിടറോ? ഓ എടുത്തോളൂ. അവിടെ ഉണ്ട്. ആ കടയിലേക്ക് ചെല്ലട്ടെ. ശരി ശരി, ഞാൻ പോകും. താനാണോ ഈ കടയുടെ ഓണർ? അതെ സാറേ. ഇപ്പൊ ഒരു പെൺകുട്ടി കൊണ്ട് വന്നില്ലേ? ആ, അവൾ എന്താ നിങ്ങളുടെ തന്നത്? അവളെ നമ്മൾ നേരത്തെ അറിയും. കുരുമുളക് തരാമെന്നാ സാറേ. ആ കൊച്ചിനെ ഞാൻ നേരത്തെ അറിയും. പിന്നെ ആ കുട്ടി എങ്ങോട്ടാ പോയേ? ആ കുട്ടി ആ മീൻ ചന്തലോ അല്ലെങ്കിൽ എല്ലോടി വിൽക്കണ മണിശങ്കരയ്യരുടെ കടയിലോ കാണും. എന്താ സാറേ കാര്യം? ചോദ്യമൊന്നും വേണ്ട. വാ. ഹരി, നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായി? വൈഫൈ പിനാപ്പിൾ കിട്ടാൻ ലേറ്റായി. പിന്നെ സോഫ്റ്റ്വെയറും പാസ്വേഡ് കീ ഇതിലുണ്ട്. ഈ ഹാക്കർ ഓഫ് ഇതിന്റെ ആവശ്യം വരുമോ? ചിലപ്പോൾ വേണ്ടി വരും. നമുക്ക് ലോക്കൽ ഡിവൈസിന്റെ IP അഡ്രസ് കിട്ടിയ ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ പിള്ളേര് കിട്ടുന്ന അനുസരിച്ച് ടെക്സ്റ്റ് ചെയ്തോളും. ഇതില് ദോഹ സിമും ഉണ്ട്, ഒമാൻ സിമും ഉണ്ട്. ചാർജ് ചെയ്താണോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ എന്റെ ഫോൺ ഓഫ് അല്ലേ? എന്നാലും ടവറിലധികം നിൽക്കണ്ട വിട്ടോ. ശരി. ആ ഫോൺ നമ്പേഴ്സ് ഒന്നുമില്ല. ആ ദാ ആദ്യത്തെ ഇൻസ്പെക്ടറുടെ, അടുത്തത് SMRയുടെയാ, അവസാനത്തതാ അയാളുടെ. കൃഷ്ണന്റെ. ഹലോ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ അല്ലേ? തൻ്റെ മൊഴിയുണ്ടെങ്കിൽ
ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. ഹരി അതേടോ, ഞാൻ ആ ജയിലിനകത്ത് തന്നെ പണ്ടാറടങ്ങി പോകുന്നു വിചാരിച്ചുള്ളതാണ്. ഹരി ഞാൻ താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അത് ഞാനൊന്നൊരു താൻ പോലീസിന് കൊടുത്ത മൊഴി കളവാണെന്നുള്ള അഫിഡവിറ്റ് നാളെ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ പോലീസ് എന്നെ വെച്ചേക്കില്ല ഹരി. ഇല്ലെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് എത്തിക്കും. എന്നിട്ട് ഞാൻ ശരി പോ. അയ്യോ ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് താൻ തീരുമാനിക്കും. അല്ല അത് ഒന്ന് ചവിട്ടി വിടറോ, 11 കേസ് വിളിക്കും. അല്ല സാർ, ഒരു അടിപിടി ഉണ്ടാക്കാനായിട്ട് സാറിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? സത്യത്തിൽ എന്താ സംഭവം? എടോ 6 മാസം മുമ്പ് മധുരയിൽ നിന്ന് വരായിരുന്നു. കുറേ മോന്മാർ പോത്തിനെയും കാളനെയൊക്കെ ഇറക്കി റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഓൺ അടിച്ചിട്ടൊന്നും മാറിയില്ല. ഞാൻ നല്ല തെറിയെന്ന് പറഞ്ഞു. സാറാ? ആ, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. അവരുടെ അടുത്ത് പഞ്ഞിക്കിട്ടാണ് അല്ലേ? സാറേ, സാറിൻ്റെ ജാതകം ഒന്ന് തരും. എന്തിനാണോ? റിസർച്ചിന് വിടാനാ. എടാ, അയാൾ ആ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. സോറി. ഇൻസ്പെക്ടർ കോൾ റിജക്ട് ചെയ്തു. ഛേ, 3000 രൂപ ഫൈൻ. അത് അടച്ചിട്ട് വേണം പോകാൻ. കൃഷ്ണ, എടോ ഇൻസ്പെക്ടറെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ താൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒന്ന് തിരിച്ച് വിളിക്കടോ. ആ ഹരി എന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ഇൻസ്പെക്ടർക്ക് ഒരു വാട്സപ്പ് നമ്പർ കൂടെ ഉണ്ട്. അതും കൂടി ഒന്ന് ലൂപ്പിലിട്ടേക്ക്. ഇൻസ്പെക്ടർ ദിനേശന്റെ ശ്രദ്ധയ്ക്ക്, താൻ ഏത് കോത്താഴത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉടൻ വെണ്ടർ കൃഷ്ണനെ വിളിക്കടോ. അയാളുടെ ജീവൻ അപകടത്തിലാണ്. താനെന്തേ കാണിക്കുന്നത്? സോറി, ഏതൊരു ഭ്രാന്തനാ. തന്നെ തൂക്കിയെടുത്ത് അകത്തിടും ഞാൻ. താൻ ട്രാഫിക് പോലീസ് അല്ലേടോ? ട്രാഫിക് പോലീസ് എന്നെ എന്ത് ചെയ്യാനാടോ? കൃഷ്ണൻ ലൊക്കേഷൻ മാറി. പക്ഷെ മാറിയോ? നീ രാവിലെ വിളിച്ചപ്പോ കച്ചേരിപ്പടി ആയിരുന്നില്ലേ? ആ അതെ. ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പ. മണപ്പാട്ടിപ്പറമ്പ. അവരെ പൊക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടൂല. തമിഴ്നാടിന് ഓടിക്കാരൊക്കെ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. യെസ്, അവൻ നാട് വിടും. ഇപ്പൊ അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവനെ കിട്ടൂല. ഹരി, നീ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ഭയങ്കര റിസ്കാ. പോലീസുകാരുടെ ഗ്രൂപ്പിലൊക്കെ നിന്റെ ഫോട്ടോ ഉണ്ടാവും. ഏതൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നു പറഞ്ഞാലും എനിക്ക് അവനെ പൊക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ അവനെ പൊക്കിയിരിക്കും. ഇത് മൂവ് ചെയ്യണം. നോക്കി ഏതാ മൂവ് ആണോ നോക്കി. അതല്ലേ ഹരി, come on bro. ചെല്ലേ, അവൻ ഇവിടെ ഇരുന്നിട്ടാ. என்ன பிரச்சனை? ആ മൊബൈൽ ഇങ്ങോട്ടെ. ഇയാളെന്തിനാ കോൾ ലിസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഫോൺ കളഞ്ഞ്? അയാൾ തമിഴ്നാട്ടിലോട്ട് മുങ്ങിയെന്ന് കരുതി നമ്മളെല്ലാവരും അങ്ങോട്ട് വെച്ച് പിടിച്ചേനെ. പണ്ട് സീഡ് പിടിക്കാൻ കോയമ്പത്തൂർ പോയ പോലീസ്. ഫോണില്ലാതെ അയാൾ എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യുക? അമൃത വണ്ടി കയറി.